പുതിയൊരു കാര്യം കേൾക്കുമ്പോൾ കോരിത്തരിക്കുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടായി എനിക്ക്. സൂഫി സോങ്സൊക്കെ ഞാൻ പലപ്പോഴും കണക്ട് ചെയ്യൽ ദുനിയാവിലെ പ്രണയങ്ങളായിട്ടായിരുന്നു. പക്ഷേ അത് സത്യം പറഞ്ഞാൽ ദൈവത്തിനോടുള്ള പ്രണയത്തിൻ്റെ പുറത്ത് എഴുതിയിട്ടുള്ള വരികളാണ്. അപ്പോൾ മെറ്റഫർ ആയതുകൊണ്ട് ചിലപ്പോൾ നമുക്കത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയതായിരുന്നു. അപ്പോൾ ഭ്രാന്തായാൽ എന്ത് സുഖം എന്നുള്ള പാട്ടിലും ഇതുപോലത്തെ ഒരുപാട് മെറ്റഫേഴ്സ് ഉണ്ട്, എല്ലാം നല്ല വരികളാണ്. അപ്പോൾ ഇതിലൊരു 4 വരി ഉണ്ടായിരുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം സമീർ ബിൻസിഖാനെ കണ്ട സമയത്ത് ആളത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയുണ്ടായി. അത് വരികൾ ഇങ്ങനെയാണ്: കൊടുങ്കാട്ടിനുള്ളിലെ കൊള്ളിക്കൊരു ലാക്ക്, ചുടുമുത്തം നൽകണം എനിക്കും ലൈലാക്ക്. അത് കൊടുങ്കാട്ടിനുള്ളിലുള്ള ഒരു കൊമ്പിന് ലൈലാൻ്റെ അടുത്ത് പ്രണയം തോന്നിയിട്ട് ലൈലാക്ക് ഒരു ചുടുമുത്തം നൽകണം എന്നുള്ള ആഗ്രഹം വരികയാണ്. എങ്ങനെയാണ് അത് സാധിക്കുക? അതിന് ഒരു പോസിബിലിറ്റി ഇല്ലല്ലോ. അപ്പോൾ അടുത്ത 2 വരികളിൽ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കൊടുവാളാൽ തുണ്ടം തുണ്ടം അരിഞ്ഞതോർക്ക് കൊട്ടാരത്തിൽ നിന്നത് ലൈലാൻ്റെ അറാക്ക് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ആ ഒരു കൊമ്പിനെ ചെത്തി ചെത്തി അറാക്കായ സമയത്ത്, അതായത് ആ ഒരു കൊമ്പ് ഇല്ലാതായി അറാക്ക് എന്ന് പറയുമ്പോൾ പല്ല് തേക്കുന്നത്, അതായ സമയത്താണ് ലൈലാൻ്റെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞതും ലൈലാക്ക് ഒരു ചുടുമുത്തം നൽകാൻ കഴിഞ്ഞെന്നുള്ളതാണ് പറയുന്നത്. പ്രണയത്തിനെ പറ്റിയിട്ടാണ് അത് പറയുന്നത്. അത് ദുനിയാവിലെ പ്രണയമാണെന്നുണ്ടെങ്കിലും അതായത് ദൈവത്തിനോടുള്ള പ്രണയമാണെന്നുണ്ടെങ്കിലും ഒക്കെ ആ വരികളും അതിൻ്റെ അർത്ഥം